ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്താണ് പെസഹ? BC 1513 ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേലരെ വിടുവിച്ചതിൻ്റെ ഓർമ്മ ജൂതന്മാർ ആഘോഷിച്ചിരുന്നു. അതായിരുന്നു പെസഹ. ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഓരോ വർഷവും ജൂതമാസത്തിലെ ആബീബ് മാസത്തിൻ്റെ 14-ാം തീയതി ആചരിക്കാൻ ദൈവം ഇസ്രായേലുകാരോട് കൽപ്പിച്ചു. പിന്നീട് ആബീബ് മാസം നീസാൻ എന്ന് വിളിക്കപ്പെട്ടു. പുറപ്പാട് 12-ാം അധ്യായം 42-ാം വാക്യം. പെസഹ എന്നു വിളിക്കുന്നത് എന്തുകൊണ്ട്? ഈജിപ്തിലെ എല്ലാ ആദ്യജാതന്മാരെയും കൊന്ന സന്ദർഭത്തിൽ ഇസ്രായേലരെ ദൈവം അതിൽ നിന്ന് ഒഴിവാക്കിയ ആ സമയത്തെ കുറിക്കുന്നതാണ് പെസഹ എന്ന വാക്ക്. പുറപ്പാട് 12-ാം അധ്യായം 27-ഉം 13-ഉം 13-ാം അധ്യായം 15-ഉം വാക്യം. വിനാശകരമായ ആ ബാധ വരുത്തുന്നതിനു മുമ്പ് ദൈവം ഇസ്രായേലരോട് അവരുടെ വാതിലിൻ്റെ മേൽപ്പടിയിൽ അറുക്കപ്പെട്ട ചെമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ രക്തം തെളിക്കാൻ പറഞ്ഞു. പെസഹ എന്ന ഹിബ്രു വാക്കിനർത്ഥം കടന്നുപോകൽ എന്നാണ്. രക്തം തളിച്ചിരുന്ന വീടുകളെല്ലാം ദൈവം ഒഴിവാക്കി കടന്നുപോയി അവിടെയുള്ള ആദ്യജാതന്മാരെ സംരക്ഷിച്ചു. പുറപ്പാട് 12-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു പെസഹ ആചരിച്ചിരുന്നത്? ആദ്യത്തെ പെസഹ എങ്ങനെ ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേലർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പെസഹയുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. അവയിൽ ചില താഴെ കൊടുക്കുന്നു. ബലി. ഓരോ കുടുംബവും ഒരു വയസ്സ് പ്രായമുള്ള ചെമ്മരിയാടിനെയോ കോലാടിനെയോ ആബീബ് മാസം 10-ാം തീയതി തിരഞ്ഞെടുക്കും. എന്നിട്ട് 14-ാം ദിവസം അതിനെ അറുക്കും. ആദ്യത്തെ പെസഹ ആചരണത്തിൽ ജൂതന്മാർ ആടിൻ്റെ രക്തം കുറച്ചെടുത്ത് വീടിൻ്റെ 2 കട്ടിലക്കാലിലും വാതിലിൻ്റെ മേൽപ്പടിയിലും തെളിച്ചു. ആട്ടിൻകുട്ടിയെ മുഴുവനായി ചുട്ടെടുത്ത് ഭക്ഷിച്ചു. പുറപ്പാട് 12-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഭക്ഷണം. ചെമ്മരിയാടിൻ്റെയോ കോലാടിനോ പുറമേ ഇസ്രായേലർ പുളിപ്പില്ലാത്ത അപ്പവും കയ്പുചീരിയും പെസഹ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിച്ചിരുന്നു. പുറപ്പാട് 12-ാം അധ്യായം 8-ാം വാക്യം. പെസഹയ്ക്ക് ശേഷം 7 ദിവസം അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആഘോഷിച്ചിരുന്നു. ആ സമയത്ത് അവർ പുളിപ്പിച്ച അപ്പം കഴിച്ചിരുന്നില്ല. പുറപ്പാട് 12-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ യഹോവയെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ പെസഹ ആചരണകാലം ഉപയോഗിച്ചു. പിൽക്കാലത്ത് ഇസ്രായേലർ പെസഹ ആചരിക്കാൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ലൂക്ക 2-ാം അധ്യായം 41-ാം വാക്യം. യേശുവിൻ്റെ നാളുകളിൽ പെസഹ ആഘോഷത്തിൽ വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഗീതങ്ങളും ആലപിക്കുമായിരുന്നു. മത്തായി 26-ാം അധ്യായം 19-ഉം 30-ഉം വാക്യങ്ങൾ. ഇസ്രായേലർ പെസഹ ഭക്ഷണം കഴിച്ചത് നീസാൻ 15-ാം തീയതിയാണ്. നീസാൻ 14-ാം തീയതി സൂര്യാസ്തമയത്തിന് ശേഷം ആടിനെ അറുത്ത് ആ രാത്രി തന്നെ ഭക്ഷിക്കാൻ ദൈവം ഇസ്രായേൽക്കാരോട് കൽപ്പിച്ചു. ഇസ്രായേലർ ദിവസം കണക്കാക്കിയിരുന്നത് സൂര്യാസ്തമയം മുതൽ സൂര്യാസ്തമയം വരെയായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ നിസാൻ 14-ാം തീയതിയുടെ തുടക്കത്തിൽ തന്നെ ആടിനെ അറുത്ത് പെസഹ ഭക്ഷണം കഴിച്ചിരുന്നു. AD 33 നീസാൻ 14-ാം തീയതി പെസഹ ആഘോഷിച്ചിരുന്നതിനു ശേഷം യേശു ഒരു പുതിയ ആചരണം ഏർപ്പെടുത്തി, കർത്താവിൻ്റെ അത്താഴം. ഈ പുതിയ ആചരണം പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ബലിയുടെ ഓർമ്മ ആചരണമാണ്. ഇത് പെസഹ ആചരണം അവസാനിപ്പിച്ചു. യേശുവിൻ്റെ ബലിമരണം പെസഹ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ഇത് മനുഷ്യരെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് തൊട്ടു മുമ്പ് ഉള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം. ഇംഗ്ലീഷിൽ മൗണ്ടി തേഴ്സ്ഡേ എന്നറിയപ്പെടുന്നു. കുരിശുമരണം വരിക്കുന്നതിനു മുമ്പായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും
അതിനു മുമ്പായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. യഹൂദരുടെ പെസഹ ആചരണം. ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പെസഹ ആചരണം യഹൂദർ ഇടയിലുണ്ടായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നും അവർ പെസഹയെ വിളിക്കുന്നു. ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് യഹൂദർ പെസഹ ആഘോഷിക്കുന്നത്. യഹൂദർ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീടുകളുടെ വാതിലിൻ്റെ കട്ടിലക്കാലുകളിൽ ആടിൻ്റെ രക്തം തെളിക്കുകയും അതുകൊണ്ട് സംഹാരദൂതൻ യഹൂദരുടെ വീടുകളെ കടന്നു പോവുകയും മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ നിഗ്രഹിക്കുകയും ചെയ്തതായി എബ്രായ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ വിവരണത്തെ അടിസ്ഥാനമാക്കിയാണ് കടന്നു പോകുക അഥവാ പാസ് ഓവർ എന്നർത്ഥമുള്ള പെസഹ എന്ന പെരുന്നാളിനെ അവർ വിളിക്കുന്നത്. പെസഹ ദിവസം കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ ബലിയാടിനെ കൊന്ന് അതിൻ്റെ രക്തം പാപപരിഹാരമായി അർപ്പിക്കും. ഇതിൻ്റെ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ ഭക്ഷിക്കും. തീർത്ഥാടക പെരുന്നാൾ എന്നറിയപ്പെടുന്ന യഹൂദ മതത്തിലെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് പെസഹ. യേശുവിന് ശേഷം AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതുവരെ യഹൂദർ ഈ പെരുന്നാൾ ആഘോഷപൂർവ്വം ആചരിച്ചു പോന്നിരുന്നു. യേശുവിൻ്റെ അന്ത്യത്താഴവും ക്രൈസ്തവ പെസഹയുടെ ആരംഭവും. യേശു അവസാനമായി ആചരിച്ച പെസഹായുടെയും അദ്ദേഹത്തിൻ്റെ അന്ത്യത്താഴത്തിൻ്റെയും വിവരണം ബൈബിൾ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു അന്ത്യത്താഴത്തോടനുബന്ധമായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ഒരു താളത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അരയിൽ കെട്ടിയിരുന്നതായ തോർത്തെടുത്ത് തുവർത്തിയതിനു ശേഷം ഇപ്രകാരം ഉദ്ബോധിക്കുന്നുണ്ട്: നിങ്ങളുടെ കർത്താവായ ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു: ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു: ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക: ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പൊസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു: പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു: ഇതു വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളിച്ചെയ്തു:
ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം അനുശാസിക്കുന്നുണ്ട്: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. പുതിയ നിയമത്തിലെ പെസഹായുടെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ക്രൈസ്തവരുടെ പെസഹ ആചരണം. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമെന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ ആണ്. അതിനാൽ ക്രിസ്ത്യൻ സഭകൾ പെസഹ വ്യാഴത്തെ കുർബാന സ്ഥാപിച്ച ദിവസമായും അനുസ്മരിക്കുന്നു. പെസഹായ്ക്ക് ബലിയർപ്പിക്കേണ്ട ആടിനു പകരം പെസഹ കുഞ്ഞാടായി മാറിയ യേശു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായി സ്വയം അർപ്പിച്ചു എന്നതാണ് പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വീക്ഷണം. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ലോകത്തിനു മുഴുവൻ യേശു എളിമയുടെ സന്ദേശം നൽകിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച ദേവാലയങ്ങളിലെ കാൽകഴുകൽ ശുശ്രൂഷ. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ പുരോഹിതൻ കഴുകി തുടച്ച് ചുംബിക്കും. പെസഹ അപ്പവും പാലും കൽത്തപ്പവും. അന്ത്യത്താഴത്തിൻ്റെ സ്മരണയാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ ഒരുക്കുന്ന പെസഹ വിരുന്ന്. അന്നേ ദിവസം നസ്രാണികളുടെ ഇടയിൽ പെസഹ അപ്പം ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഓശാനയ്ക്ക് പള്ളികളിൽ നിന്ന് നൽകുന്ന ഓശാനയോല കുരുത്തോല കീറി മുറിച്ച് കുരിശുണ്ടാക്കി പെസഹ അപ്പത്തിന് മുകളിൽ വെച്ച് കുടുംബത്തിലെ മുതിർന്നവർ അപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ താഴോട്ട് കുടുംബത്തിലെ എല്ലാവർക്കുമായി നൽകുന്നു. പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന അപ്പമായതിനാൽ ഇതിന് പുളിയാത്തപ്പം എന്നും കുരുത്തോല കൊണ്ടുള്ള കുരിശടയാളം അപ്പത്തിന്മേൽ പതിക്കുന്നതുകൊണ്ട് കുരിശപ്പം എന്നും ഇതിനു പേരുണ്ട്. ഇതിന് ഇണ്ടരി അപ്പം എന്നും പേരുണ്ട്. കുരിശിനു മുകളിൽ എഴുതുന്ന INRI അപ്പവുമായി കൂട്ടി വായിച്ചാണ് ഇതിന് ഇണ്ടരി അപ്പം എന്നും കാലക്രമേണ ഇത് ഇൻഡ്രി അപ്പം എന്നും പേര് ഉണ്ടായതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇൻഡി അപ്പം എന്ന പേരിലെ ഇൻഡി എന്നത് മലയാളം, തമിഴ് എന്നിങ്ങനെ പിളരുന്നതിനു മുമ്പുള്ള ഭാഷയാണ്. ഇൻഡി എന്ന വാക്കിനർത്ഥം കൂടാതെ, ഇല്ലാതെ എന്നൊക്കെയാവുന്നു. പെസഹ അപ്പം അഥവാ ഇൻഡി അപ്പം പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ടാണ് ഇത് ഇൻഡി അപ്പം ആയതത്രേ. പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും പാചകക്രമത്തിൽ പ്രാദേശികമായി ചില വ്യത്യാസങ്ങളും നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ പാല് കുറുക്ക് ഉണ്ടാക്കുകയും പെസഹയുടെ അന്ന് രാത്രിയിൽ കുറുക്കായി തന്നെ കഴിക്കുകയും ചെയ്യുന്നു. പാല് കുറുക്കിയത് പിറ്റേ ദിവസമാകുമ്പോൾ കട്ടയാകുകയും ദുഃഖവെള്ളി ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കയ്പുള്ള ഇലയും മറ്റോ കടിച്ച് കട്ടയായ അപ്പം കഴിക്കുന്നു.